ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചു ബാദുഷ പലതരത്തും ഇതിനെപ്പറ്റി ഭയങ്കരമായ നെഗറ്റീവുകൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എനിക്കെതിരെ ഒരു ഭീഷണി വന്നിട്ടുണ്ട് ഒരു ഇതിൽ ഇൻസ്റ്റയിൽ. ഹലോ ഗൈസ്, ഇതാണ് ഹരീഷ് കനാരൻ്റെ അവസ്ഥ. നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. കാരണം കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് മലയാള സിനിമാ ലോകത്തു നിന്നും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വാർത്തയാണിത്. തൻ്റെ കയ്യിലെ 20 ലക്ഷം രൂപ പ്രൊഡക്ഷൻ കൺട്രോൾ ബാദുഷയ്ക്ക് എടുത്തു നൽകിയ ഹരീഷ് കനാരൻ. എന്നാൽ അദ്ദേഹം അത് തിരിച്ചു ചോദിച്ച സമയത്ത് ആ പൈസ കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഹരീഷ് കനാരൻ്റെ ഒരുപാട് അവസരങ്ങൾ കൂടി ആ പ്രൊഡക്ഷൻ കൺട്രോൾ നഷ്ടപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ ഹരീഷ് കനാരൻ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് കോമഡി കണ്ടിട്ട് നമ്മൾ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപാട് ചിരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഹരീഷ് കനാരൻ്റെ ഈ ഒരു അവസ്ഥ ഇപ്പോൾ കാണുമ്പോൾ നമുക്കെല്ലാവർക്കും സങ്കടമാണ് തോന്നുന്നത്. കാരണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ. അദ്ദേഹത്തിന് ആ 20 ലക്ഷം രൂപ പോയാലും പോട്ടെ എന്നുള്ള ചിന്തയിലായിരുന്നു ഉണ്ടായിരുന്നു. പക്ഷേ തൻ്റെ അവസരങ്ങൾ കൂടി നഷ്ടപ്പെടുത്തി എന്ന് കേൾക്കുമ്പോഴാണ് ഹരീഷ് കനാരന് സത്യം പറഞ്ഞാൽ കൂടുതൽ സങ്കടമായിട്ടുണ്ടാവുക എന്നാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ബാദുഷായെ പറഞ്ഞു നന്നാക്കാൻ നമ്മളാരുമല്ല. പക്ഷേ അമ്മ എന്ന ഒരു സംഘടന ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ആ സംഘടനയുള്ളവരോടാണ് ചോദ്യങ്ങൾ മുഴുവനും നമുക്ക് ചോദിക്കാനുള്ളത്. എന്ത് തന്നെയാണെങ്കിലും നിലവിലത്തെ അവസ്ഥയിൽ കുറച്ച് പേർ ഹരീഷ് കനാരനെ, അതായത് അമ്മ എന്ന സംഘടനയിൽ നിന്ന് കുറച്ച് പേർ ഹരീഷ് കനാരനെ ബന്ധപ്പെട്ടിട്ടുണ്ട്, നമുക്ക് നോക്കി ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും ആ സംഘടനയിലെ വേണ്ടപ്പെട്ടവർ ഇവരെ രണ്ടുപേരെയും വിളിച്ചിരുത്തി ഇദ്ദേഹത്തിന് കിട്ടുവാനുള്ള പൈസ മേടിച്ചു കൊടുക്കുകയും മാത്രവുമല്ല ഇദ്ദേഹത്തിൻ്റെ ഭാവിയിലെ അവസരങ്ങളെ ഒരു ബാദുഷമാർക്കും നഷ്ടപ്പെടുത്താൻ കഴിയാത്തത്ര രീതിയിൽ അതൊക്കെ സുരക്ഷിതമാക്കി ഒരുക്കി കൊടുക്കുകയും വേണം എന്ന് തന്നെയാണ് നമുക്കിതിലൂടെ പറയുവാനുള്ളത്. അല്ലെങ്കിൽ പിന്നെ അമ്മ എന്ന സംഘടനയും അതിലെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ എന്തിനാണ് അവിടെ ഇരിക്കുന്നതെന്ന് ഓരോ മലയാളിയും ചോദിക്കേണ്ടി വരും.